ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചില ആളുകൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പരീക്ഷ പേടി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഒരു കുട്ടിയിൽ എങ്ങനെയാണ് പേടി ഉണ്ടാകുന്നത്? ഇത് മൂന്ന് തരത്തിലുണ്ടാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള പേടിയുള്ള ആളുകളായിരിക്കും. അപ്പോൾ പരമ്പരാഗതമായി ആ പേടി കൈമാറ്റം ചെയ്തു വന്നു. അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ വല്ല ഹോർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാവാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ നടത്തുക. മൂന്നാമത്തെ ഒരു കാര്യം, ഡ്രഗ് അഡിക്ഷൻ കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? അപ്പോൾ ആദ്യത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേടിയുള്ള കാര്യം ചെയ്യിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ഒരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുപോയി ഇരുത്തുക. എന്നിട്ട് പുറത്ത് ആ റൂമിൻ്റെ പുറത്ത് ലൈറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കുട്ടിയോട് ആ റൂമിൽ ഇരിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ചിലപ്പോൾ ഭൂതം വരുന്നു, പ്രേതം വരുന്നു, അങ്ങനത്തെ തോന്നലുകൾ ആ കുട്ടിക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ പോലെയുള്ള ഇങ്ങനെ എണ്ണാൻ പറയാം, 90, 100, 99, 98 അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാം. എന്നിട്ട് കുട്ടി അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തത്തെ ലൈറ്റും കെടുത്തിയിട്ട് കുറച്ച് സമയം ഇരുത്തുക. അങ്ങനെ ആ പേടിയുള്ള കാര്യം ചെയ്യിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷാ പേടിയുള്ള കുട്ടിയാണെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ പേടി കാരണം, ഇരുട്ടിനെ പേടി, ഇരുട്ടത്തിരുന്ന എന്തെങ്കിലും ആവുമോ എന്ന പേടി കാരണമാണ് അത് ചെയ്യാത്തത്. ഇപ്പോൾ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. കാരണം എന്താ? അതിൽ നിന്ന് വീഴുമോ എന്ന പേടിയാണ്. അപ്പോൾ ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ ആ പേടിയാണ് പോകുന്നത്. അടുത്തൊരു കാര്യം മാതാപിതാക്കളോട് പറയാനുള്ളതാണ്. കുട്ടീനെ പരീക്ഷ വരുന്നു, പഠിക്കുക അങ്ങനെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരിക്കലും പേടിപ്പിക്കരുത്. അതുപോലെ പിന്നീട് കുട്ടികളോട് പറയാണ്, ഇതൊരിക്കലും പഠിക്കൂല, ഇതെന്താ എപ്പോഴും അങ്ങനെ അത്തരത്തിലുള്ള സംസാരം കുട്ടികളോട് ഒഴിവാക്കുക എന്നതാണ്. ഇനി പരീക്ഷാ പേടി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ആദ്യം ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്? പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണാതെ പഠിച്ച് അതേപോലെ എഴുതുക, അങ്ങനത്തെ സിസ്റ്റം മാറ്റണം. ഉദാഹരണത്തിന് ഒരു പേജ് പഠിക്കാൻ പറയാം, ഒരു പേജ് വായിക്കുക, പഠിക്കല്ല, ആ പേജ് വായിച്ചതിന് ശേഷം അതിൽ നിന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറും ആ കുട്ടീനോട് തന്നെ കണ്ടുപിടിക്കാൻ പറയാം. എന്നിട്ട് ആ ക്വസ്റ്റ്യനും ആൻസറും കാണാതെ പഠിക്കുക. അത് ആ പുസ്തകം ഒന്ന് ലഘൂകരിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇതും ആ സബ്ജക്റ്റിനെ എളുപ്പമാക്കുന്നതാണ്. ഇനി പരീക്ഷ എഴുതാൻ പേടിയുള്ള കുട്ടികളോട് എക്സാം ഹാളിലേക്ക് കുറച്ച് നേരത്തെ എത്താൻ പറയാം. അപ്പോൾ എന്നിട്ട് ആ സാഹചര്യത്തിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുക. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, ആ കുട്ടിയെ കൊണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. ആ പരീക്ഷാ പേപ്പർ എക്സാമിന് വരുന്ന അതേപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പേടിയുള്ള വിഷയം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയോട് ആവശ്യപ്പെടുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അറിയുന്ന ചോദ്യം ആദ്യം എഴുതാൻ പറയാം. ഇപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, പഠിക്കുമ്പോൾ എന്തായാലും ബോറടി ഉണ്ടാവും. ബോറടിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് റിലാക്സ്ഡ് ആവുക. എന്നിട്ട് പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക. അത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ആ കാര്യം ബോറടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും. നമ്മൾ വായിക്കാട്ടെ, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാട്ടെ, ബോറടി വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് റിലാക്സ്ഡ് ആവുക. എന്നാൽ 5 മിനിറ്റ് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ 5 മണിക്കൂറാവാൻ പാടില്ല. കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് വീണ്ടും ആ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് തന്നെ മടങ്ങി വരിക. അപ്പം നമുക്ക് അത് ഒന്നുകൂടി എൻജോയ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം, കിടന്നുകൊണ്ട് ഒരിക്കലും പഠിക്കാൻ അനുവദിക്കരുത്. ആ പഠനം കൊണ്ട് ഒരു കാര്യവുമില്ല. അതുപോലെ കുട്ടിയെ കൊണ്ട് യോഗ, പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക.